ായ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വളരെ രസകരമായ ഒരു പ്രശ്നത്തെയാണ് വിചിന്തനം ചെയ്യാൻ പോകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഒരു പൊതുവേദിയിൽ അവിടെ സന്നിഹിതരായിരിക്കുന്ന ആളുകളുടെ പേര് വിളിച്ചു പറഞ്ഞു, അവരുടെ രോഗം കൃത്യമായി പറഞ്ഞു, അവരുടെ വീട്ടുപേരും വീടിൻ്റെ അടയാളങ്ങളും പറഞ്ഞു പ്രവചനം നടത്തി അത്ഭുത സിദ്ധി പോലെ കേൾവിക്കാർക്ക് തോന്നും വിധം ഇടപെടുന്ന ചില പ്രഭാഷകരുടെ പ്രസംഗ ശൈലിക്ക് പിന്നിലെ യഥാർത്ഥ കഥകളാണ് ഞാനിന്ന് അനാവരണം ചെയ്യുന്നത്. പ്രധാനമായും ഇത്തരം ശൈലി അവലംബിക്കുന്നത് പോട്ടയിലെ ധ്യാന ഗുരുക്കന്മാരാണ്. അവരുടെ ആ ശൈലി പിൻപറ്റിക്കൊണ്ട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റുകൾ വിട്ടിറങ്ങിയ ചില പ്രഭാഷകരും അതുപോലെ തന്നെ അവരെ അനുകരിച്ച് ചില ന്യൂ ജനറേഷൻ സഭയിലെ വക്താക്കളും അവർക്ക് ശേഷമായി പെന്തക്കോസ്ത് അനുകരണ പ്രസ്ഥാനങ്ങളിലെ ചില പ്രഭാഷകരും ഒക്കെയാണ് ഇതേ നിലയിൽ ആളുകളുടെ പേർ വിളിച്ച് പ്രവചിക്കുന്ന ഒരു ശൈലി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ചില പേരുകളുണ്ട്. ഈ പേർവിളിക്കാരിൽ ഏറ്റവും കരുത്തൻ എന്ന് പറയാവുന്നത് കരവാളൂരിലെ സാമച്ചൻ ബ്രദറാണ്. കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ ബോർഡ് എഴുതി വച്ചിട്ടുള്ള സാമച്ചൻ അവറുകളാണ് ഈ പേര് വിളിക്കുന്നതിലെ അഗ്രഗണ്യൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തൻ്റെ ചുവട് പിൻപറ്റി ഇതേ ശൈലിയിൽ ഇന്ന് സാമച്ചനേക്കാൾ മാർക്കറ്റുള്ള ഒരു പേർ വിളിക്കൽ പ്രഭാഷകനായി മാറിയിട്ടുള്ള അടൂരിലെ ടിജോ തോമസാണ്. ഇനിയുമുണ്ട് പേർ വിളിക്കുന്ന നിരവധി പ്രഭാഷകർ. അവർ ചിലർ പേര് വിളി നിർത്തി, സുരേഷ് ബാബു ഒക്കെ പേര് വിളി നിർത്തിയതായിട്ടാണ് എൻ്റെ അറിവ്. നല്ലത്. എനിവേ, ഇങ്ങനെയുള്ള പ്രഭാഷകരുടെ ആ പേർവിളി എന്ന ആ പരിപാടിക്ക് പിന്നിലെ മനഃശാസ്ത്രപരമായ സമീപനങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും അതിൻ്റെ തന്ത്രങ്ങളും ഞാൻ യഥോചിതം വെളിപ്പെടുത്താം. അതിനു മുമ്പ് സ്വാഭാവികമായി ഉരുത്തിരിയാവുന്ന ഒരു ചോദ്യമുണ്ട്. ഇങ്ങനെ ബൈബിളിലെ ദൈവം തൻ്റെ പ്രവാചകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരുടെ പേര് ചൊല്ലി പ്രവചിക്കുമോ എന്നാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന് എൻ്റെ കൃത്യതയാർന്ന ഉത്തരം ആദ്യം തരാം. തീർച്ചയായിട്ടും ദൈവം പേര് ചൊല്ലി പ്രവചിക്കാൻ തൻ്റെ ദാസന്മാർക്ക് അഭിഷേകവും നിയോഗവും കൊടുക്കാറുണ്ട്. അതിന് ഞാനിപ്പോൾ ഒരു വാക്യം വായിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാം. ശ്രദ്ധിക്കണം. ഇപ്പോൾ വായിക്കേണ്ടത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ വിളിക്കുന്ന ഞാൻ യഹോവ ഇസ്രായേലിൻ്റെ ദൈവമെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും എൻ്റെ ദാസനായ യാക്കോബ് നിമിത്തവും എൻ്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമനപ്പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അപ്പോൾ 4 വരെ. സത്യത്തിൽ പേർഷ്യ ഭരിച്ച സൈറസ് അഥവാ കോരസ് എന്ന രാജാവ് പിറവി കൊള്ളുന്നതിനും ഏകദേശം 1 നൂറ്റാണ്ട് മുമ്പ് പ്രവാചക വരേണ്യനായിരുന്ന യെശയ്യാവിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് അയാളുടെ പേർ വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പേർ വിളിക്കുക മാത്രമല്ല, കൃത്യതയാർന്ന വിധത്തിൽ കോരശിനെക്കുറിച്ച് പ്രവചിച്ചു യെശയ്യാവ് പലയിടത്ത്. കോരശ് ചരിത്രപ്രസിദ്ധമായ ബാബിലോണിനെ ആക്രമിച്ചിട്ട് അതിനകത്ത് അകപ്പെട്ടുപോയ ഇസ്രായേൽ മക്കളെ രക്ഷിച്ച് സ്വദേശത്തേക്ക് മടക്കി അയച്ച് ഇസ്രായേലിയർക്ക് ഒരിക്കൽ കൂടി ആരാധനയും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഒക്കെ പ്രവചിച്ചത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലായി, കൃത്യതയോടെ നടപ്പിലായി. ഇങ്ങനെ പേർ ചൊല്ലി വിളിക്കാൻ തീർച്ചയായിട്ടും തൻ്റെ അഭിഷിക്തന്മാർക്ക് ദൈവം അവകാശവും സാവകാശവും അവസരങ്ങളും നൽകാറുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിൻ്റെയും ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് ഇവരെ നമ്മൾ വിയോജിക്കുന്നു എന്നതിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്നാമതായി, എങ്ങനെയാണ് പോട്ടയിൽ ഇങ്ങനെ പേർ ചൊല്ലി വിളിക്കുന്ന ഈ ശൈലി രൂപപ്പെട്ടത് എന്ന് ആദ്യം പറയാം. പോട്ട
ഈ ധ്യാനകേന്ദ്രമൊക്കെ ഉണ്ടാകുന്ന ഒരു മനഃശാസ്ത്ര പശ്ചാത്തലമുണ്ട്. പെന്തക്കോസ്ത് സഭകളിലേക്ക് വൻതോതിൽ ആളൊഴുക്കുണ്ടാകുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ തത്തുല്യമായ പരിപാടികൾ തങ്ങളും ആവിഷ്കരിച്ചുകൊണ്ട് മറയോടും മറ്റും ഭക്തി വളർത്തിക്കൊണ്ട് തങ്ങൾക്കും ഇങ്ങനെ വരപ്രാപ്തരായ ആളുകളുണ്ട് എന്ന് തെളിയിച്ചാൽ ആത്മീയമായ ആ സുഖം ഇവിടെ കിട്ടും, പിന്നെ നിങ്ങൾ എന്തിന് പെന്തക്കോസ്ത് സഭകളിലേക്ക് പോകണം എന്ന ഒരു ചിന്ത വച്ച് പുലർത്തിയ ഒരു നിലയിലാണ് ഈ പോട്ട ധ്യാനകേന്ദ്രങ്ങളുടെയൊക്കെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അങ്ങനെ അവിടെ ആളുകളുടെ പേർ ചൊല്ലി വിളിക്കാനുള്ള കാരണം നമുക്കറിയാം. മധുരാങ്കൂറിലെ ക്രൈസ്തവ നാമധാരികളായ ബഹുഭൂരിപക്ഷ ആളുകളും അന്ന് മുക്കുടിയന്മാരാണ്. ഇന്നും അച്ഛന്മാരൊക്കെ മദ്യനിരോധന സമിതിയായിട്ട് രംഗത്ത് വരുമ്പോഴും ഏറ്റവും അധികം കള്ളിഷാപ്പ് നടത്തുന്നതും അതുപോലെ തന്നെ മറ്റു തരം മദ്യശാലകൾ നടത്തുന്നതുമൊക്കെ ക്രൈസ്തവ നാമധാരികളായ ആളുകളാണെന്നുള്ള കാര്യം ഏവർക്കും പകൽ പോലെ സ്പഷ്ടമായ കാര്യമാണ്. അതുകൊണ്ടാണ് മുൻ മന്ത്രി നാരായണക്കുറുപ്പ്, സ്പീക്കറുമൊക്കെ ആയിരുന്ന കെ നാരായണക്കുറുപ്പ് ഒരു പുരോഹിതനുമായി സംസാരിക്കുന്ന വേള അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ അടുത്ത് വന്ന് ഈ സമരം ചെയ്ത് കള്ള് നിരോധിക്കണമെന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരിടയലേഖനം അയച്ചിട്ട് ഇനി സഭയിൽ ആരും ഈ കള്ളുകട നടത്തരുത്, ബാർ നടത്തരുത്, അങ്ങനെയുള്ളവർക്ക് കുർബാന കൊടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസ് അയച്ചുകൂടെ? അച്ഛൻ അതിന് യാതൊരുവിധ മറുപടിയും പറയാതെ തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ഇത്തരം കുടിയന്മാരുടെ പണം കൊണ്ടാണ് ബാറുകൾ നിൽക്കുന്നത്. ഈ ബാറുകൾ ഉള്ളത് കൊണ്ടാണ് നമുക്കറിയാം പെരുന്നാളുകൾ നടക്കുന്നത്. മുത്തുക്കുടയും വഴിപാടും പള്ളിപ്പണിയും യേശുദാസിൻ്റെ ഗാനമേളയും ചെണ്ടേടിയും ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ ബാറും സൗകര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ ബാറിനെതിരെ യാതൊരു നിലപാട് ഇവർക്കില്ല, മറിച്ച് സർക്കാർ മദ്യം നിരോധിക്കണം, ഇതാണ് കാരണം. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ ധാരാളം കുടിയന്മാർ സഭയ്ക്ക് സ്വന്തമായിട്ടുണ്ടായി. അപ്പോൾ ഇവർക്കൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് പോട്ടയിൽ ഇവരെ കൊണ്ട് തള്ളുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒത്തിരി പേര് നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്തു നിന്നൊക്കെ ആളുകളെ കൊണ്ട് പോട്ടയിൽ തട്ടുക. അപ്പോൾ അവരവിടെ ചെല്ലുന്ന വേളയിൽ ഇവരുടെ അവസ്ഥ, കുടുംബാവസ്ഥയും ഒക്കെ ചോദിച്ചറിയാൻ കൗണ്ടറിൽ ഒരാളിരിപ്പുണ്ട്. അവർ പേര്, വിലാസം, ഏറ്റവും കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കും. അപ്പോൾ ഇവരവിടെ ചെല്ലുന്നു, നിരന്തരം പ്രാർത്ഥന, പാട്ട്, ഭക്ഷണം, തിരിച്ചു വരുന്നു. ഇങ്ങനെ ഒരു എപ്പോഴും ഇത് മാത്രം വചനധ്യാനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പതുക്കെ കൂടി മാറിക്കോളും എന്നുള്ളതാണ് അവരുടെ വീക്ഷണത്തിൻ്റെ ആധാരമായിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോട്ടയിൽ പോയി കുടി എന്നേക്കുമായി ഉപേക്ഷിച്ച ഒരാളെ കാണിച്ചു തരാമെന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം. കാരണം പോട്ടയിലെ കുടിയന്മാർ അല്ലെങ്കിൽ പോട്ടയിൽ പോയി കുടി മാറാൻ വേണ്ടി ശ്രമിച്ചവർ പെട്ടെന്ന് തന്നെ വീണ്ടും പഴയ കുടിയന്മാരായി തീരുന്ന കഥ നമ്മുടെ മുമ്പിൽ ഒത്തിരി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ സത്യവിശ്വാസം പിൻപറ്റി അങ്ങനെ ഉപേക്ഷിച്ചെങ്കിലേ ഉള്ളൂ, അല്ലാതെ പോട്ടയിൽ പോയി കുടി നിർത്തിയിട്ടൊന്നും ഇവിടെ ആരും രക്ഷപ്പെട്ട ചരിത്രമില്ല. അങ്ങനെ ഇതിനിടയ്ക്ക് ഈ കാര്യങ്ങൾക്കൊരു അത്ഭുത പരിവേഷം വരാൻ ഈ പ്രഭാഷകൻ അവിടെ രജിസ്റ്റർ ചെയ്ത ആ ബുക്കിലെ പേര് നോക്കിയിട്ട് ഇവരുടെ പേര് വിളിക്കും. ഇടുക്കി ജില്ലയിലെ വണ്ടമേട്ടിൽ നിന്ന് പാലക്കൽ തുമ്മിക്കുഞ്ഞ് എന്നൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. വർഷങ്ങളായി നീ ഉണ്ടാക്കിയതല്ല മദ്യം ആ വഴിക്ക് നശിപ്പിച്ച് കളഞ്ഞു. എൻ്റെ ഭാര്യയെ നീ പല ആവർത്തി തല്ലി, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാവാതെ നീ തന്നെ പലതവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. നിനക്കിപ്പോൾ വിടുതലാണ്, നിനക്കിപ്പോൾ സൗഖ്യമാണ് ഇത്യാദി ധാരാളമായ പ്രബോധനങ്ങളിലൂടെ കാര്യങ്ങൾ അങ്ങോട്ട് പങ്കിടും. ഇവയെല്ലാം അങ്ങോട്ട് കേട്ട് കഴിയുമ്പോഴേക്ക് ഈ ആൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി ചെല്ലുന്നു. അദ്ദേഹത്തിന് വലിയ വിടുതൽ കിട്ടിയതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ അദ്ദേഹം തൻ്റെ പേര് അത്ഭുതസിച്ചുകൊണ്ട് വിളിച്ച ഈ ആചാര്യനോടും സഭയോടുമൊക്കെ ഉള്ള ബഹുമാനം കൊണ്ട് കുറേ നാൾ തരക്കേടില്ലാത്ത ഒരു ഭക്തനായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നു. സഹകുടിയന്മാരെ ഉപദേശിക്കുന്നു. അതിൽ ചിലർ വീണ്ടും പോട്ടയിലെ ധ്യാന നേതാക്കന്മാരൊക്കെ ആയിട്ട് മാറാറുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷ ആളുകളും വീണ്ടും പഴയപടി കുടിച്ച് പഴയ ബോധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം, പോട്ട ഈ ആത്മീക വ്യവസായത്തിന് കൊടുത്ത ഏറ്റവും വലിയൊരു സംഭാവന ഈ പേര് വിളിക്കുന്ന സിസ്റ്റമാണ്. അത് പതുക്കെ ഈ ആളുകളൊക്കെ തന്നെ പകർത്തി. അങ്ങനെ പേര് വിളിക്കുന്ന ചിലരുടെ പേര് ചില ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറയാത്ത ചില പേരുകൾ. അതിലൊന്ന് റാംബാബുവിൻ്റെ പേരാണ്. റാംബാബുവാണ് കഴിഞ്ഞിടയ്ക്ക് ഈ പട്ടിയും കൊണ്ടൊക്കെ ഇരുന്ന് അണ്ണൻ റൊട്ടിയൊക്കെ കൊടുക്കുന്ന ഒരാൾ. അതിന് കർത്തൃമേശയൊന്നും ഞാൻ പേരിടുക. ചില എന്നോട് വിളിച്ചു വെച്ചു, ഈ റാംബാബു അങ്ങേരുടെ പട്ടിയെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കർത്തൃമേശയാണ്. ഞാൻ അത് കർത്തൃമേശയല്ല, അയാൾ ബണ്ണ് മേടിച്ച് പട്ടിക്ക് കൊടുത്തു, പട്ടി തിന്നില്ല. അപ്പോൾ അതിനടുത്തിരുന്ന മോനും ഭാര്യയെല്ലാം കൂടെ ബണ്ണ് കഴിച്ചു പോയി. അതിനെന്തിനാ കർത്തൃമേശ എന്ന് പേരിടുന്നത്? അത് വിവാദമാക്കാനൊന്നുമില്ല, അതാണ് സത്യം. അപ്പോൾ ഇനിവേ റാംബാബു ഒരാളാണ്. ഇതുപോലെ ദിനകരൻ്റെ മോന് ഇങ്ങനെ അത്ഭുതസിദ്ധി ഉണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്ന ഒരാളാണ്. ഇതുപോലെ നിരവധി ആളുകൾ. അപ്പോൾ അതിൽ ഞാൻ പരീക്ഷിച്ചറിഞ്ഞ ഒരു ഇത്തരത്തിൽ പേര് വിളിക്കുന്ന ഒരാൾ നമ്മുടെ സാമച്ചനാണ്.
സാമച്ചനെ പരീക്ഷിച്ച രീതിയുടെ തെളിവുകളുമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതേതോചിതം ഒരു ഘട്ടം വരുമ്പോഴേ പുറത്ത് വിടത്തുള്ളൂ. അപ്പോൾ സാമച്ചൻ്റെ അരികിൽ ആദ്യം വിളിച്ച് രോഗാവസ്ഥയും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ഒരു ഫേക്ക് ശബ്ദത്തിലാണ് വിളിക്കുന്നത്. സാമച്ചൻ ഇതേ കാര്യങ്ങളെല്ലാം പിന്നെ സ്റ്റേജിൽ നിന്ന് പ്രവചിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സാമച്ചൻ പേര് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ നമ്മളിവിടെ ഒരു പൊതു വീട്ടിലോ ഒരു പൊതു സ്ഥലത്തോ ഒക്കെ വരുമ്പോൾ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ ശബ്ദം ഇങ്ങനെ കേട്ട് അത് വളരെ ശ്രദ്ധയോടെ കേട്ട് നിൽക്കും. ഇപ്പോൾ എനിക്കൊരു സ്നേഹിതനുണ്ട്. ഞാനിപ്പം ജോൺസൺ നീ എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ മോനാണ്, അദ്ദേഹം പാസ്സാണ്, എനിക്ക് പേര് വിളിക്കാം. അപ്പോൾ ഇത് സാമച്ചൻ കേട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ പതുക്കെ ഇങ്ങനെ പറയുന്നതെല്ലാം ഇദ്ദേഹം കേട്ട് നിന്നിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗം അങ്ങോട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടനെ വിളിക്കും, ജോ 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 ജോൺസൺ ജോൺസൺ ജോൺസൺ. ആരായി ജോൺസൺ? അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയും. ഇതിന് വേണ്ട ഐറ്റം കിട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ അധികമായൊരു ശ്രദ്ധയിലാണ്. അപ്പോൾ ആ ശ്രദ്ധയിൽ ഈ പേരുകളെല്ലാം അദ്ദേഹം ഇങ്ങനെ ശേഖരിച്ച് വർത്തമാനം പറയുന്നിടത്ത് പല നിലകളിൽ ഇത് ശേഖരിച്ച് അത് കിട്ടാൻ ഒരു 4 പേരുടെ പേര് മതിയല്ലോ. മാക്സിമം 4 പേരുടെ പേര് മതി. 4 പേരുടെ പേര് ഓർത്തിരിക്കാൻ എന്താ പാട്? അത് ഏതെല്ലാം രൂപത്തിൽ കിട്ടും. ഇതാണ് ശൈലിയെങ്കിൽ ഇനി വേറെ ചിലരുടെ ശൈലി എന്തെന്നാൽ, നേരത്തെ ഇവരുടെ ആളുകളെ അയച്ച് ടിജോയും മറ്റുമൊക്കെ അങ്ങനെയാണ്. ഈ വരുന്ന ആളുകളെ നേരത്തെ ഒരു ഗ്രൂപ്പിനെ നിർത്തി പരിചയപ്പെടും. അപ്പോൾ ഇവർ പേര് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് ഇപ്പോൾ ഭാഷയുടെ കാണാം, ഇന്നതെടുത്തുനിന്ന് വരിക എന്നെല്ലാം കേട്ട് ഇവരിത് ഫോൺ വഴി സ്റ്റേജിലെത്തിക്കും. ഇന്നിരിക്കുന്ന അല്ലെങ്കിൽ SMS വഴിയോ ഇപ്പോൾ എന്തോ എല്ലാം പരിപാടിയുണ്ട്, വാട്സാപ്പ് വഴി. ഇതൊക്കെ വിളിച്ചാൽ മാത്രം മതി. ഇവിടെ ഇരുന്നുകൊണ്ട് പേര് ചോദിക്കുന്നു, എന്താണ് പേര്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ച് കേട്ട് കഴിയുമ്പോഴേക്ക് അവർ ഒരു മറുപടി പറയും. അവിടെ ഒന്നുകൊണ്ട് വിളിച്ചു പറയും, ഈ വന്നിരിക്കുന്ന കൂട്ടത്തിൽ കുടുംബമായിട്ട് ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് വന്ന ഒരു ഭാര്യ, ഭർത്താവ്, 3 കുഞ്ഞുങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ മൂത്ത കുട്ടി ഇന്നതിന് പഠിക്കുന്നു. ഇതെല്ലാം കൃത്യം ടിജോ വിളിച്ചു പറയുമ്പോൾ ആളുകളുടെ ധാരണ, വന്നിരിക്കുന്നവർ ഉൾപ്പെടെയുള്ള ധാരണ, എങ്ങനെയാണ് ഈ പ്രവാചകൻ ഇതറിഞ്ഞത്. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയകൾ ഇത്ര ശക്തമായൊരു കാലത്ത് ഇതൊന്നും അസംഭവ്യമല്ല. ഇതെല്ലാം ഇവർ യാതൊരു അത്ഭുത സിദ്ധി കൊണ്ടും ചെയ്യുന്നതല്ല. ഇവർ തികച്ചും കൃത്രിമമായി തന്നെ സജ്ജീകരിച്ച് ചെയ്യുന്ന പരിപാടികളാണ്. ഇനി മറ്റൊരു ശൈലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സജിത്തിൻ്റെയാണ്. സജിത്തിൻ്റെ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്ന, ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു ടീമിനെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. അല്ലേ, ഇവരൊക്കെ എനിക്ക് കേസിന് പോട്ടെ, ഞാനല്ലേ ബാക്കി നോക്കുന്നത്. ഞാൻ സോഷ്യൽ മീഡിയ വന്ന് വളരെ ഉത്തരവാദിത്തോടെ പറയല്ലേ, നിങ്ങൾ പോക്കോ, ധൈര്യമായിട്ട് പോക്കോ, ഒരു വിഷയമില്ല, അങ്ങനെ തന്നെ പോകണം. അപ്പോൾ ഇങ്ങനെ ഒരു ടീമിനെ സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവർക്ക് പണം കൊടുത്തിട്ട് ഒരു രോഗിയെ സജ്ജീകരിച്ച് കൊണ്ടുവരിക. കാലിൽ ഈ പ്ലാസ്റ്റർ കെട്ടി ഒടിഞ്ഞു പോയ കാലാണ് എന്നുള്ള നിലയിൽ ആംബുലൻസ് ഓടിച്ചു കൊണ്ടുവന്ന് ഇവരുടെ സജിത്ത് പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ കണ്ടു നിൽക്കുന്ന ആൾക്ക് ഒരു ആംബുലൻസ് ഇങ്ങോട്ട് വരുന്നു, അതിനെ അങ്ങോട്ട് പെട്ടെന്ന് ഇവിടെ കയറാം, അവിടെ വരുന്നു. ഇദ്ദേഹം ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇത് വെട്ടിക്കളയുന്നു, പ്ലാസ്റ്റർ വെട്ടുന്നു, ആളിനെ കൊണ്ട് ചാടിക്കുന്നു, ഹല്ലേലൂയായി സ്തോത്രമൊക്കെ പറയുന്നു. കേട്ടുകഴിയുന്ന കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഇതൊരു അത്ഭുതമായി തോന്നുന്നു. വാസ്തവത്തിൽ ഇയാൾ രോഗിയല്ല, ഇയാളുടെ കാലിനൊരു കുഴപ്പമില്ല. സത്യത്തിൽ ഇവരെ ഒരു കമ്പനി എന്ന നിലയിൽ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ലോകത്തെ എവിടെയെങ്കിലും ആംബുലൻസ് പ്രാർത്ഥന നടക്കുന്നിടത്തോട്ട് കൊണ്ടുവരുമോ, അത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അല്ലെങ്കിൽ ഈ പ്ലാസ് ഇട്ടവനെ എന്തിനാ ആംബുലൻസിലേക്ക് ഇടത്തോട്ട് കൊണ്ടുവരുന്നത്? പ്ലാസ് ഇട്ടവൻ വീട്ടിൽ കിടക്കുകയാണ് ഒന്നിയിൽ, അല്ലെങ്കിൽ പ്ലാസ് ഇട്ടവൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, വിശ്രമിക്കുകയാണ്. ഇത് വേണ്ടത് ആ കാൽ ഒടുങ്ങിയ സമയത്തായിരുന്നു. ഇങ്ങനെ വല്ല ഓടിച്ച് കയറിയെന്ന് പറഞ്ഞാൽ നേരാണ്. എന്നാൽ ഇത്തരം പ്ലാസ്റ്ററുകൾ വെട്ടി ചാടിക്കുന്ന പണി തികച്ചും കൃത്രിമമാണ്. ഇങ്ങനെ അനവധി ആളുകൾ. അപ്പോൾ ഈ പേർ വിളിക്കുന്ന ഈ ടെക്നിക്ക് ഇത്തരത്തിൽ രൂപപ്പെടുന്നതാണ്. ഒന്നുകിൽ ഇവരുടെ കൂടെ വരുന്ന ആളുകളാണ്, അവർ തന്നെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ടീമാണ്. അപ്പോൾ വലിയ ഒരു നിലയിൽ സമ്പത്താർജിക്കൊണ്ട് ഇത്തരം പരിപാടിയിൽ ചെന്നാൽ, ഇനി ഇവർ പ്രഭാഷകരായിട്ടാണ് പോകുന്നതെങ്കിൽ സാധാരണ പ്രഭാഷകരെ പോലെ 10,000-5,000 രൂപ കൊടുത്ത് വിടുകയല്ല, 10,000, 2,000, 5,000 രൂപ കൊടുത്ത് വിടുകയല്ല. മറിച്ച് ഇത്രയും അത്ഭുത സിദ്ധനാണ്, എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി എൻ്റെ ടീം ആദ്യം വരും, ടീമിനെ നിങ്ങൾ പരിപാലിക്കണം, ടീമിൽ ഇത്ര പേരുണ്ട്, അവർ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരാണ്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുമല്ല, മറിച്ച് ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടുകയാണ്. അവർക്ക് ഡെയിലി ഒരു തച്ചു കൊടുക്കുകയാണ്, അവർ ആ പൈസയും മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇതൊക്കെ അവരിൽ നിന്നൊക്കെ തന്നെ ചോർന്ന കാര്യങ്ങളാണ്. വളരെ ഉത്തരവാദിത്ത ബോധത്തോടെയാണ് ഈ പറയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പല വഴിക്ക് ഇവരങ്ങ് പോകും. പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിനും ഇത് തന്നെ. ഇവർ ഓരോ സ്ഥലങ്ങളിലെ ആളുകളുടെ പേര്, രോഗം, മറ്റ് പല കാര്യങ്ങൾ നേരത്തെ പഠിച്ചു വെക്കും. ഇതുപോലെ തന്നെയാണ് ദിനകരൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയാണ്. പണ്ട് കാലത്ത് കത്താണ് പ്രധാനം, നിരന്തരമായി കത്തയക്കുക. അപ്പോൾ ആ കാലത്തെ ദിനകരൻ്റെ ഓഫീസ് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ ഈ കത്തയക്കുമ്പോഴേക്ക് നമ്മൾ പറയും, ഞാനിങ്ങനെ വിളിക്കുന്നത് പള്ളിക്കത്തോട്ടിൽ നിന്നാണ്, എൻ്റെ പേരിങ്ങനെയാണ്. അപ്പോൾ ഈ പള്ളിക്കത്തോട് പരിസരത്തെക്കാണും വരുമ്പോഴേക്ക് നമ്മൾ ഈ 2-3 മാസം വായിച്ച കത്തിൻ്റെ കാര്യമെല്ലാം മറന്നുപോയി. സ്വാഭാവികമായിട്ട്
ഇവരവിടെ ഉണ്ടാകും എന്ന് ദിനകരനും മക്കൾക്കൊക്കെ അറിയാം. ഇവരെ ഇനി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഈ പേരങ്ങ് വിളിച്ചു വിടുക, ഇല്ലെന്നോർത്ത് പ്രശ്നമില്ലല്ലോ, ആയിരക്കണക്കിന് ആൾ വരുന്നല്ലേ. അവിടെ ഇന്ന രോഗത്താൽ വാരപ്പെടുന്നു എന്ന ഒരു കാര്യം പറഞ്ഞ് ഒരു പാട്ടും പാടി ഇവരെ പണം തട്ടിക്കുന്ന ഈ ജാലവിദ്യ ഇവരൊക്കെ വളരെ ഗംഭീരമായി പ്രവർത്തിച്ച് വിജയിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം ഇന്ന് ഏതാണ്ട് അപ്രസക്തമായി മാറാൻ ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഈ കൊറോണ പോലെയുള്ള ഒരു മാരക വൈറസ് ബാധിച്ചതോടുകൂടി ഇവരെ തട്ടിപ്പിന് സ്പേസ് ഇല്ലാതായി. തട്ടിപ്പിന് യാതൊരു സ്പേസും ഈ വിധത്തിലില്ലാതായി. പക്ഷെ പേടിക്കണ്ട, അവരുടെ നല്ല കാലം വരാൻ പോവാണ്. കാരണം വിഡ്ഢികൾ മലയാളികൾക്കിടയിലുള്ളിടത്തോളം കാലം ഇവരുടെ പരിപാടി ഇരട്ടി ബലത്തോടെ വരും ഉള്ള ചില പരിപാടി നമുക്ക് ഇവരുടെ ശൈലിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നു, രോഗത്തെക്കുറിച്ച് പഠിക്കുന്നു, അവിടുത്തെ പൊതു സാഹചര്യങ്ങൾ പഠിക്കുന്നു, ഇത് മുൻകൂട്ടി അങ്ങ് തട്ടുന്നു. ഇവരാരും ഒരു നല്ല ലക്ഷ്യത്തോടെ ഇത് ചെയ്യുന്നവരല്ല. ഇവരുടെ ഫാൻസൊക്കെ ഇളകും, ഇവർക്കത് ബുദ്ധിമുട്ടായി തീരും. എന്നാൽ ഇതിൽ ചില ആളുകളൊന്ന് തിരിഞ്ഞടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം നല്ലതായിട്ട് പറയണം. അതിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാൽ മാറ്റം വന്ന ഒരാളാണ് ടിനു ജോർജ്, കൊട്ടാരക്കരയിലെ ടിനു ജോർജ്. ടിനു ജോർജ് ഇപ്പോൾ പഴയ പോലെയുള്ള ആ പരിപാടിയൊന്നും അങ്ങനെ നടത്തുന്നില്ല. അത്തരത്തിലുള്ള ഏർപ്പാടുകൾ ടിനു ജോർജ് ഏതാണ്ടെന്ന് മാറി. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ പലതും പാളിപ്പോയിട്ടുണ്ട്. അതോടൊക്കെ കൂടി അദ്ദേഹത്തിന് വലിയ മാറ്റമുണ്ടായി. നല്ല കാര്യം, അദ്ദേഹം വചനത്തിലേക്ക് തിരിയുമെങ്കിൽ നല്ല കാര്യം. മാറ്റം വന്ന ഒരാളാണ് സുരേഷ് ബാബു. സുരേഷ് ബാബു ഇപ്പോൾ പേര് വിളിച്ച് ആരെ ഇങ്ങനെ സൗഖ്യമാക്കുന്ന ഒരു ശൈലി ഒരു 5-8 വർഷമായിട്ട് കേൾക്കുന്നില്ല. സുരേഷ് ബാബു അത് തരക്കേടില്ലാത്ത വിധത്തിലൂടെ പ്രചരിപ്പിച്ച് ക്ലച്ച് പിടിച്ച ഒരാളാണ്. ഒരു പരിധിവരെ സുരേഷ് ബാബുവിനെ കണ്ടാണ് മറ്റാളുകൾ ഈ പേര് വിളിക്കുന്ന തുടങ്ങി. ഇനി മറ്റാളുകൾ പേര് വിളിച്ചു തുടങ്ങിയപ്പോൾ അതിൻ്റെ ആ ഡിമാൻഡ് അങ്ങ് പോയല്ലോ എന്ന് സുരേഷ് ബാബു നിർത്തിയതായിരിക്കാം. എന്താണെങ്കിലും അതും തട്ടിപ്പായിരുന്നു, ഇപ്പോൾ വിളിക്കുന്നതും തട്ടിപ്പാണ്. ഇവരുടെ പേര് വിളിച്ചടിക്കുന്ന മുഴുവൻ പ്രവാചകന്മാരും തട്ടിപ്പാണെന്ന് പറയാൻ യാതൊരു മടിയും എനിക്ക് ആ കാര്യത്തിലില്ല. അതിൻ്റെ രഹസ്യങ്ങളാണ് ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളെ രോഗമോ ദുഃഖമോ പ്രയാസമോ ഒക്കെ പ്രവാചകന്മാർ മുൻകൂട്ടി പറയുന്നത് തെറ്റല്ല എന്ന് ഞാൻ വചനത്തിലൂടെ പറഞ്ഞു. പക്ഷേ ഇവരെല്ലാം ചെയ്യുന്ന ചില കാര്യങ്ങളുടെ പൊതു രീതിയിലേക്ക് വരാം. ഇനി ഇവരെ ഇങ്ങനെ പറഞ്ഞ് ഇവരെ സൗഖ്യമാക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് കൂടി പറയാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചേ, പ്രധാനമായിട്ടും ഇവരെ ശ്രദ്ധിക്കണം, ആന്തരിക രോഗങ്ങളാണ് മാറ്റുന്നത്. ഉദാഹരണം, നിൻ്റെ എന്താ പറയുക, ഹാർട്ടിൻ്റെ പഞ്ചിങ് കുറവാണ്, അതിപ്പോൾ കിട്ടാൻ പോവാണ്, ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പോവാണ്. പിന്നെ പറയുന്നത് കൊറോണറി ബൈപ്പാസ് ശസ്ത്രക്രിയ പറഞ്ഞിരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, വന്നാട്ട് ഇപ്പോൾ സൗഖ്യമാണ്, പേരും വിളിക്കും, രാമേന്ദ്രൻ എന്നാണ് പേര്, പേര് മുമ്പോട്ട് വിളിക്കും, ആളുകൾ വരും. അതുപോലെ കിഡ്നിക്ക് പ്രശ്നമുള്ളവർക്ക്, ലിവറിന് പ്രശ്നമുള്ളവർക്ക്, കുടലിന് പ്രശ്നമുള്ളവർക്ക്, ഇങ്ങനെ മനുഷ്യൻ്റെ പ്രഥമ വീക്ഷണത്തിൽ കാണാൻ കഴിയാത്ത ആന്തരികമായ രോഗങ്ങളെ നോക്കണം. അങ്ങനെ ഇൻറ്റേണൽ ഓർഗൻസിന് ബാധിക്കുന്ന രോഗങ്ങളാണ് ഇവർ സൗഖ്യമാക്കുന്നതല്ല. അതായത് ബ്ലഡ് ക്യാൻസർ ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെയാണ് സൗഖ്യമാക്കുന്നത്. അപ്പോൾ ഈ ആളിന് അന്നേരം ഒരു പെട്ടെന്നൊരു അനുഭൂതിയൊക്കെ തോന്നിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഇവരും ഉച്ചത്തിൽ കരയോ ബഹളം വെക്കുകയൊക്കെ ചെയ്യും, ഇപ്പോൾ സൗഖ്യമാണ്. പിറ്റേന്ന് വരുമ്പോൾ ഈ ആൾ രോഗമല്ല ഇങ്ങനെ പറഞ്ഞിട്ട് പറയും, നിങ്ങളുടെ ആ സ്റ്റേജിൽ തന്നെ പറയും, നിങ്ങളുടെ പേപ്പറൊക്കെ എടുത്ത് കാണിക്കാൻ പറയല്ലോ, മുമ്പത്തെ പരിശോധനാ റിപ്പോർട്ട്. സത്യത്തിൽ ആരെങ്കിലും ഒരാൾ ഈ പരിശോധനാ റിപ്പോർട്ടും ഒക്കെ ആയിട്ട് യോഗത്തിന് പോകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആരെങ്കിലും ഒരാൾ ഇതും കൊണ്ടാണോ പോകുന്നത്, യോഗത്തിന് പോകുന്നത്? വെറും തെറ്റാണിതല്ല. ഇവരെല്ലാം ടീമുകളാണ്, ഇവരെല്ലാം പ്ലാൻ ചെയ്ത് നടത്തുന്ന പ്രോഗ്രാമുകളാണ് ഇതെല്ലാം. അപ്പോൾ ആന്തരിക രോഗങ്ങളാണ് ഒരു കൂട്ടർ കൈകാര്യം ചെയ്യുന്നെങ്കിൽ തലവേദന, തലയ്ക്കകത്ത് ട്യൂമർ, ഇതിപ്പോൾ മാറിപ്പോകുന്നതാണ് കാണുന്നത്. ബ്ലോക്ക് മാറിപ്പോകുന്നത്, ഹൃദയത്തിൻ്റെ ബ്ലോക്ക് മാറിപ്പോകുന്നതാണ് കാണുന്നത്. ഇങ്ങനെയുള്ള വെളിപ്പാടുകൾ ഒക്കെ ഇവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി താരു എന്ന് പറഞ്ഞ ഒരു മഹാരഥനുണ്ട്, അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം പ്രധാനമായിട്ട് സൗഖ്യമാക്കുന്നത് യൂട്രസ് കംപ്ലൈൻ്റ് ഉള്ള ആളുകളെയാണ്. യൂട്രസ് കംപ്ലൈൻ്റ് ഉള്ള ആളുകളോട് അതൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യലൈസേഷൻ ആ ഒരു മേഖലയിലാണ്. അങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. ഇടയ്ക്കെങ്ങാണ്ട് കേട്ടു താരു ഇവിടെ നിന്നോ വിളിച്ചു പറഞ്ഞു, യൂട്രസിന് കംപ്ലൈൻ്റ് ഉള്ള ഒരാൾ ഈ കൂടിയിരിപ്പുണ്ട്, ഇപ്പോൾ എഴുന്നേറ്റ് വന്നാൽ വിടുതലാണെന്ന് പറഞ്ഞപ്പോൾ ആരാണ്ട് അപ്പച്ചന്മാർ കയറി ചെന്നെന്നാണ്. ഇതെന്താണെന്ന് മനസ്സിലാകാതെ അപ്പച്ചന്മാരാണ്ട് കയറി ചെന്നൊന്നും കേട്ടു. അത് അത്ര നേരാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബാക്കിയൊക്കെ നേരാണ്. ഈ താരുവിൻ്റെ പ്രധാനമായ സ്പെഷ്യലൈസേഷൻ, അദ്ദേഹത്തിൻ്റെ മേഖല യൂട്രസ് കംപ്ലൈൻ്റ് ഉള്ള ആളുകളുടെ സൗഖ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളമായി നമ്മുടെ ഇടയിൽ നടക്കുമ്പോൾ ഇത്തരം തട്ടിപ്പുകാർക്ക് അനുഗുണമായ അന്തരീക്ഷത്തിൽ നമ്മുടെ സമൂഹം എത്രമാത്രം ചീറ്റ് ചെയ്യപ്പെടാൻ തയ്യാറായിരിക്കുന്നു എന്ന് ഉള്ളത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ചില ആൾ പറയാറുണ്ട്, എന്തിനാണ് ഇവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ മാന്യന്മാരായി ശുശ്രൂഷിക്കുന്നവർക്കൂടെ ദോഷം വരികയില്ല. അതുകൊണ്ടാണ്
ബൈബിളിൽ ബെറിയേശു എന്ന് പേരെഴുതി വെച്ചല്ല, അവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നല്ല. കാരണം മറ്റു മാന്യമായി ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് അതൊരു പ്രയാസമായി തീരരുത്. ഞങ്ങൾ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്നതാണ്, ഞങ്ങൾ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്നതാണ്, ഞങ്ങൾ തട്ടിപ്പുകാർക്കെതിരാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കാലഘട്ടമായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറിയിട്ടുണ്ട്. അതിൽ ദൈവമക്കൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവരെ പേർ ചൊല്ലി പ്രവചിക്കുന്നതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. ഇനി ഇവർക്കൊരു കാര്യമുള്ളത്, ഈ സാത്താൻ്റെ ലോകം ഛിദ്രിക്കില്ല എന്ന് പറയുന്നതിനെ ശരിവെച്ചുകൊണ്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സപ്പോർട്ടാണ്. ഉദാഹരണം, സാമച്ചനോടത്ത് പ്രസംഗിക്കാൻ ചെന്നാൽ അന്ന് പറയുന്ന താരുവിൻ്റെ കാര്യമായിരിക്കും. താരു എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വന്നു. താരു ഒരിടത്ത് എന്നാൽ പറയുന്ന കാര്യം ടിജോയുടെ കാര്യമായിരിക്കും. ഇതിലെല്ലാം രസം നമ്മുടെ പീഡിയ ഉണ്ടല്ലോ, ചാക്കോച്ചി. അപ്പോൾ ചാക്കോച്ചി മകൻ പീഡിയ വിളിച്ചു പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കുന്നൊരു പ്രവാചകൻ ഈ ടിജോയാന്ന് ഓർത്തോണം, മനസ്സിലായിക്കോണം. ടിജോ തൂവാലിൽ എഴുതി വെച്ച് അത് നോക്കി വായിച്ച് പ്രവചിക്കുന്ന രംഗം വരെയും ഇപ്പോൾ പുറത്ത് വന്നു. ഒരാളുടെ രോഗം മുഴുവൻ ഇങ്ങനെ കർച്ചീഫിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് നോക്കിയിട്ട് ടിജോ പ്രവചിക്കുന്നത് കണ്ടു, ആൾക്കാർ കണ്ടു. പക്ഷേ കേരളത്തിലേക്ക് ആഗതനായി തീർന്ന നമ്മുടെ ഗ്ലോറിയസ് ബാവ എന്ത് ചെയ്തു? നേരെ ടിജോയുടെ അടുത്ത് ചെന്നു. തൻ്റെ പ്രസംഗത്തിന് മുമ്പ് പറയാ, ഞാൻ പ്രസംഗിക്കാതിരിക്കുന്ന വിഷയം മുൻകൂട്ടി പ്രവാചകൻ കണ്ടുപിടിച്ചു, വിഷയങ്ങളെല്ലാം ചോരുക, ദൈവാത്മാവ് നടത്തുന്ന പ്രത്യേക വിധമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നിന്ന് അഴിഞ്ഞാടുന്ന രംഗം കണ്ടു. അപ്പോൾ ഇതേ ടിജോയുടെ അടുത്ത് ചെന്നപ്പോഴാണ് കേബ്രാമിന് പ്രവചനം വന്നത്. കൊറോണ കുവൈറ്റിലേക്കൊരു തീ അയക്കുന്നു, ദുബൈയിലേക്ക് തീ അയക്കുന്നു, കൊറോണയെ ശാസിക്കുന്നു. പുലി അങ്ങോട്ട് ശാസിച്ച് കഴിയുകയും പെട്ടെന്ന് രോഗികളുടെ എണ്ണം അങ്ങ് കൂടി, മരണസംഖ്യ കൂടി. ഇതെല്ലാം വ്യാജാത്മാവിൻ്റെ ഇടപെടലാണ് എന്ന് മനസ്സിലാക്കാൻ യാതൊരു വിധത്തിലും സംശയം ആവശ്യമില്ല. ഇവരെ ഒക്കെ ഒന്ന് ശരിയായ നിലയിൽ കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല. അതിൻ്റെ ഒരു കാരണം കൂടി പറയാം. കേരളം കണ്ടതിൽ പേര് വിളിച്ച് പ്രവചിച്ചൊരു വ്യക്തിയുടെ പേര് പറയാമോ? അത് നമ്മുടെ സുരേഷ് ബാബു അല്ലേ? സുഭാഷ് അടൂർ ചോദിക്കുന്നത്. എനിക്ക് സുരേഷ് ബാബുവിൻ്റെ പേര് വിളിയാണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്. ഞാൻ തട്ടിപ്പായി നേരിട്ട് കണ്ടുപിടിച്ചത് സാമച്ചൻ്റെ പേര് വിളിയാണ് പ്രധാനമായിട്ടും കണ്ടുപിടിച്ചത്. ബാക്കിയല്ല, ഇവരെല്ലാം തന്നെ ഒരേ അച്ചിൽ വാർത്തെടുത്ത, നമ്മൾ പറയലേ ഈ പ്രകൃതിയുടെ മിശ്രണം, ടാറ്റായുടെ പാക്കിംഗ് എന്ന് പറഞ്ഞ പോലെ ഒരേ സംഭവമാണ്. ബ്രാൻഡ് മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവരെല്ലാം അങ്ങനെ പേര് വിളിച്ച് പ്രവചിക്കുന്ന കക്ഷികളാണ്. അപ്പോൾ ഇതിനകത്ത് അർത്ഥമൊന്നുമില്ല, ആശയങ്ങളൊന്നുമില്ല, ഉള്ളടക്കമൊന്നുമില്ല. കാണാൻ കഴിയാത്ത രോഗം സൗഖ്യമാക്കി എന്നൊക്കെ ഉള്ള നിലയിൽ ചില അത്ഭുതങ്ങളുടെ കഥ പറഞ്ഞ് ഇവർ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ദൈവനാമത്തിന് മഹിമ വരുന്ന ഒരു കർത്തവ്യത്തിലുമല്ല ഇവർ ഏർപ്പെട്ടിരിക്കുന്നത്. പരിണിതഫലമായി സാധുക്കൾക്ക് പണനഷ്ടം, മാനനഷ്ടം, ഇതൊക്കെ അല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ ഉറവ വിട്ട് പൊട്ടക്കിണറുകളെ തേടിപ്പോകുന്ന ആളുകൾക്കാണ് ഇത്തരം വ്യാജന്മാരാൽ ചതിവ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണങ്ങളെല്ലാം കണ്ടു. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തു. ഏതാണ്ട് 23K ആണ് അതിൽ ആളുകൾ വന്ന് സന്ദർശിച്ചിട്ടുള്ളത്. അത് സജിത്തിൻ്റെ ഒരു ചീറ്റിപ്പോയ പ്രവചനത്തെക്കുറിച്ച് പറയാനാണ്. 2020 സജിത്ത് ഭയങ്കര സംഭവമാണെന്നൊക്കെ അടിച്ചിട്ട് അത് ചീറ്റിപ്പോയി. പക്ഷേ എന്നിട്ടും ഈ സജിത്തിനെ പ്രവാചകനായി ഉൾക്കൊള്ളുന്ന ഇവൻ്റെയൊക്കെ തൊലിക്കട്ടിയാണ് സമ്മതിക്കേണ്ടത്. അതെത്ര വലുതാണെന്നാണ് സ്വീകരിക്കേണ്ടത്. സജിത്ത് അല്ലിയുടെ കുറ്റവാളി. സജിത്തിൻ്റെ ഈ തെറ്റ് കണ്ടുപിടിച്ചിട്ടും അയാൾ ഇത്രയും വ്യാജനാണെന്നറിഞ്ഞിട്ടും അയാൾ പറയുന്നത് മുഴുവൻ വോഷ്കാണെന്നറിഞ്ഞിട്ടും വീണ്ടും അത് സ്വീകരിക്കാൻ പാകത്തിന് ആളുകൾ കാട്ടുന്ന ആ സന്നദ്ധത എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർക്കണം. തട്ടിക്കപ്പെടാനുള്ള, സ്വയം ചതിക്കപ്പെടാനുള്ള മലയാളിയുടെ ആ അധമബോധമാണ് ഇത്തരത്തിലുള്ള ആളുകൾ പെരുകുവാൻ കാരണമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നു. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യരിലൂടെ ദൈവം തന്നെ പ്രവൃത്തി ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ അധമന്മാരെ സൂക്ഷിക്കണം. ഇവർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു. ഇവർ ചിലരൊക്കെ മടങ്ങി വരുമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഇവർ മടങ്ങി വരിക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർക്ക് കിട്ടിയ സാമ്പത്തികമായ ആ പരിഗണന, അവർക്കുണ്ടായ മറ്റ് അഭിവൃദ്ധി, സാമൂഹ്യ സ്ഥാനം, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഒന്നോർക്കത്ത് നോക്കുക, എന്തല്ല നമ്മൾ എത്രമാത്രം തടയിടാൻ ശ്രമിച്ചാലും ചെറിയൊരളവിലൊക്കെ ഇതൊക്കെ പ്രയോജനം ചെയ്യുള്ളൂ. ചെറിയൊരളവിൽ, അല്ലാതെ ഗണ്യമായ തോതിലൊന്നും ഇവരുടെ വ്യവസായത്തിൻ്റെ ശൃംഖല തകർക്കാൻ ആർക്കും സാധിക്കില്ല. അടുത്ത കാലത്ത് ട്രാൻസ് എന്ന പേരിലൊരു സിനിമ ഇറങ്ങി. ഇവരെയെല്ലാം ശക്തമായി വിമർശിക്കുന്ന ഒരു ചലച്ചിത്രം പ്രകാശനം ചെയ്തു. അപ്പോൾ ഇതൊക്കെ സമൂഹം പോലും വിമർശിക്കത്തക്ക നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറയുമ്പോൾ നിങ്ങളതിൻ്റെ ഗൗരവം ഒന്ന് ഓർത്ത് നോക്കിക്കേ. എത്രമാത്രം ഈ സമൂഹം അധപ്പതിച്ചിരിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിൻ്റെ കാര്യം, ഒരാൾ ഇത്തരം തെറ്റിലകപ്പെട്ടു പോയാൽ, വ്യാജം പറഞ്ഞു പോയാൽ, ദൈവനാമത്തിൽ വ്യാജം പറഞ്ഞു പോയാൽ എന്താണ് പറ്റുന്നതെന്ന് അറിയണ്ടേ? ദൈവം ഇവരോട് പരമാവധി ക്ഷമിക്കും. തൻ്റെ ദാസന്മാരെ അയച്ച് ഇവരെ കോൺസെൻട്രേറ്റ് ചെയ്യും, ബോധവൽക്കരിക്കും.
എന്നിട്ടും നിരന്തരം ഇതേ നിലയിൽ തുടരാനാണ് ഭാവമെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നുകൂടി ഞാൻ പറയാം. സംഭവിക്കുന്നത് ഇവരെ നികൃഷ്ട ബുദ്ധിക്ക് ദൈവം ഏൽപ്പിക്കും. പിന്നെ ഇവർക്ക് അതിന് രക്ഷയില്ല. നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാത്താൻ്റെ ശക്തി ഇവരെ എന്നും ഭരിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്നേഹിതൻ സാങ്കുട്ടി മാത്യു അവர்களுണ്ട്. സാങ്കുട്ടി മാത്യു നമുക്ക് ഇരുവർക്കും അറിയാവുന്നൊരു സുഹൃത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവരൊരു പിശാച് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആരെയാണ്? ഈ ഒരു സ്പിരിറ്റ്, അങ്ങനെ വേണം, ഞങ്ങളുടെ ഒരു സാറിൻ്റെ ഭാഷാപ്രയോഗമാണ്. ദൈവം ഇവരെ ഒരു സ്പിരിറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുക. ആ സ്പിരിറ്റ് ഇവരെ കൊണ്ടു നടന്നാണ് പിന്നെ ഇത് ചെയ്യിക്കുന്നത്. അതിനകത്ത് പിന്നെ ഒരു ശരി വരിക എവിടാണെന്നറിയണ്ടേ? കുറേ കഴിയുമ്പോൾ വ്യാജാത്മാവ്, ഇവർ പ്രത്യേക സേവയോ പൂജയോ ക്രിയകളോ ഒന്നുമില്ലാതെ ഇവരിൽ ആ സാത്താന്യമായ ആ ബന്ധം ശരിയായി കഴിഞ്ഞാൽ ഇവർക്ക് ചില കാര്യങ്ങളെ പ്രവചിക്കാൻ പറ്റും, ചിലതരം രോഗശാന്തി അവർക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുന്ന ഒരു വസ്തുതയുണ്ട്. അത് വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ടത് ഈ സജിത്തോ തങ്കുവോ ഒന്നും അത്ഭുതം ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സജിത്ത് രോഗശാന്തി ചെയ്യുന്നുണ്ട്, ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇവരുടെ എല്ലാം രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ഐഡിയ നമുക്ക് റേഞ്ച് തരുന്ന പോലെയാണ്, അല്ലെങ്കിൽ ജിയോ റേഞ്ച് തരുന്ന പോലെയാണ്. ഐഡിയ റേഞ്ച് തരാൻ വേണ്ടി നമ്മോട് പൈസ മേടിക്കും. എന്നിട്ട് ഇങ്ങനെ ഇപ്പം തന്നെ കണ്ടില്ല, ഞാനന്ന് ലൈവ് കട്ടായിട്ടാണ് പിന്നെയും കയറിയത്. ഐഡിയ ചാർജ് ചെയ്തൊക്കെയാണ്. പക്ഷേ ഏതാണ്ടൊരു അന്തരീക്ഷത്തിൽ ഒരു എരപ്പോ ഒരു ബഹളോ പോലൊക്കെ ഇങ്ങനെ ഒന്ന് നമുക്ക് കാണാൻ പറ്റും. ഏതാണ്ടൊരു സുഖം കിട്ടിയ പോലൊക്കെ ആളുകൾ ഇങ്ങനെ ചാടുന്ന കാണാനായിട്ട് പറ്റും. പക്ഷേ വീണ്ടും പഴയ പടിയാകും. ഐഡിയയുടെ റേഞ്ച് പോലെയാണ് ഇവരുടെ സൗഖ്യം. കാരണം ഇവരിൽ ഒരു സാത്താന്യ ശക്തിയുടെ വ്യവഹാരമുണ്ട്, ഒരു സാത്താന്യ ശക്തിയുടെ ഇടപെടലുണ്ട്. പൈശാചികമായ ആ ബോധമാണ് അവരെ പതുക്കെ 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 ചെറുകിട അത്ഭുതങ്ങൾ ചെയ്യാൻ. അത് പിശാചിന് സാധിക്കുമെന്ന് ബൈബിളിലുണ്ട്. ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, അവർ രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നു എന്ന് പറയാൻ പിശാചിന് സാധിച്ചെന്തുകൊണ്ടാണ്? അത് ശരിയായൊരു പ്രവചനമാണ്. പ്രവചിച്ച ആൾ തെറ്റിപ്പോയി, പക്ഷെ പ്രവചനം ശരിയായിരുന്നു എന്നതുപോലെ സജിത്ത് പറയുന്നത്, അല്ലെങ്കിൽ തങ്കു പറയുന്നത്, താരു പറയുന്നത്, സാമച്ചൻ പറഞ്ഞൊക്കെ നടന്നു എന്ന് വരും. എല്ലാമല്ല, ചിലതേ നടക്കൂ. അതുകൂടെ പറഞ്ഞേക്കാം. പൂർണ്ണമായിട്ട് ഇവർ പറയുന്നത് നടക്കുകയില്ല. അതിൻ്റെ കാരണം ദൈവികമല്ല. പൂർണ്ണമായി ഇവർ പറയുന്നത് സംഭവിക്കുകയില്ല, കാരണം ദൈവികമല്ല. ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലല്ല ഇവർ ചെയ്യുന്നത്. തികച്ചും പൈശാചികമായ ഒരു ശക്തി അവരെ ഉപയോഗിക്കുന്നു. അതിൻ്റെ അർത്ഥം അവർ പോയിട്ട് സാത്താൻ്റെ ഒരു ബന്ധത്തിലകപ്പെട്ട് പൂജാതി കർമ്മങ്ങളിലൂടെ ഒരു സേവയെ സിദ്ധിക്കുന്നു എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, സംഭവിക്കുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകളാൽ ഒരു പൈശാചിക ശക്തി ഇവരിലൂടെ വ്യാപരിക്കുന്നു. അത് അവർ പ്രചരിപ്പിക്കുന്നു. അങ്ങനെ ഒരുപറ്റ ആളുകൾ അവരിൽ ആകൃഷ്ടരായിത്തീരുന്നു. അങ്ങനെ ഫാൻസ് അസോസിയേഷനുകൾ ഉടലെടുക്കുന്നു. ഇതാണ് അവരുടെ പ്രവചനത്തിൻ്റെ പിന്നിലെ സാങ്കത്യം. ഇതാണ് അവരുടെ രോഗശാന്തിക്ക് പിന്നിലെ സാങ്കത്യം. അതുകൊണ്ട് ദൈവമക്കൾ ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഇത്തരം തട്ടിപ്പുകളെ ഒഴിഞ്ഞിരിക്കണം. ഇവരുടെ പേര് വിളിക്കൽ പ്രവചനം തികച്ചും അങ്ങേയറ്റം കൃത്രിമമാണ്. അതിൽ യാതൊരു അമാനുഷികതയുമില്ല. അത് തൊലിക്കട്ടിയുള്ള ഏതൊരാളിനും അല്പം തന്ത്രം പ്രയോഗിച്ചാൽ വിജയിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ പാവങ്ങളെ ചൂഷണം ചെയ്യാൻ മനസ്സില്ലാത്തിടത്തോളം, സത്യസന്ധതയ്ക്ക് വേണ്ടി നിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം ഇത്തരം വഴികൾ തിരഞ്ഞെടുക്കാത്തതാണ്. ഇവരുടെ ദൈവം വയറായതുകൊണ്ട്, അവരുടെ ലക്ഷ്യം സാമ്പത്തികമായതുകൊണ്ട് അവരുടെ വഴി തട്ടിപ്പായി മാറുന്നു. അതിൻ്റെ പിന്നിൽ സാത്താൻ വ്യവഹരിക്കുന്നു. ഇത് മാത്രമാണ് സത്യം. അതുകൊണ്ട് ഇവരിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനുള്ള ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കുണ്ട്. ഇവർക്കും മടങ്ങി വരാൻ അവസരമുണ്ട്. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിയും ഹിതവും ഇതല്ല. അവർക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് സത്യവചനത്തെ പ്രസംഗിച്ചുകൊണ്ട് ദൈവമക്കളായി പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, നമ്മുടെ സക്കായിയൊക്കെ പറഞ്ഞല്ലോ, 5 ഇരട്ടി ഞാൻ പകരം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കുറ്റങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സത്യസന്ധനായ ദൈവത്തിൻ്റെ പേരിൽ ഇവരിങ്ങനെ നടത്തിയ തട്ടിപ്പുകൾ, പേരുവിളി പ്രവചനങ്ങൾ, ഭാവി സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള അവരുടെ മുൻകൂട്ടിയ പ്രവചനങ്ങൾ പലതും പാളിയിട്ടും ആ വഴിത്താരിലൂടെ തന്നെ നടന്ന് വീണ്ടും ജനങ്ങളെ തട്ടിക്കാനാണ് ഭാവമെങ്കിൽ തികച്ചും ദൈവത്തിൻ്റെ ന്യായവിധി ഇത്തരം പേർക്കുണ്ടാകും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വഴി വിശാലമുള്ളതാണ്. ദൈവത്തിൻ്റെ വഴി സത്യസന്ധമാണ്. ദൈവത്തിൻ്റെ വചനം യാഥാർത്ഥ്യബോധത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ദൈവവചനത്തിൻ്റെ ആ സത്യസന്ധതയ്ക്ക് വേണ്ടി നിൽക്കാൻ പ്രാണൻ കൊടുക്കേണ്ടി വന്നാലും നിൽക്കുന്നവരാണ് ദൈവത്തിന് വേണ്ടത്. ഞാൻ അനീഷ് കൊല്ലങ്കോട് എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹം ചോദിക്കും, സത്യമായി പ്രവചിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ഞാൻ കാണിക്കാം. അതിനകത്തെന്താ കുഴപ്പം? സത്യസന്ധമായി ജീവിക്കുന്ന എത്രയോ ദിവാസന്മാരുണ്ട് കർത്താവിൻ്റെ ആസനെ. എത്രയോ ദിവാസന്മാർ പ്രവചിക്കും. ഞാൻ കാണിക്കുക, ഒരു ദിവസം ഇങ്ങോട്ട് പോര്, സത്യസന്ധമായി പ്രവചിക്കുന്ന ദിവാസന്മാരുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്. സത്യസന്ധമായിട്ട് അവർ പ്രവചിക്കും, പക്ഷേ തട്ടിപ്പൊന്നും നടത്തുകയില്ല. അവർ പാവങ്ങൾ, അവർ
പേരും പ്രസിദ്ധിയൊന്നുമില്ല. ഞാൻ എത്രയോ പ്രവാചകന്മാരുടെ അരികിൽ പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങൾ രാത്രി ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. തികച്ചും കർത്താവ് ഇടപെടും. കർത്താവ് നമ്മോട് സംസാരിക്കും. നമുക്ക് അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെല്ലാം വാഞ്ചിക്കേണ്ട കൃപാവരമാണ് പ്രവചനം. ദൈവം തൻ്റെ ജനത്തിനെ അറിയിക്കാനുള്ള ആലോചന അറിയിക്കും. അത് വിശ്വസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ആ ആലോചന തിരിച്ചറിയേണ്ട വഴി, ഈ പറയുന്ന ആലോചനകൾ ദൈവവചനത്തോട് ചേർന്ന് നിൽക്കുന്നുവോ, ഇയാളുടെ ലക്ഷ്യം സാമ്പത്തികമാകുന്നുവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുള്ളവരോട് ദൈവം ഒരിക്കലും ഇടപെടത്തില്ല. അതുകൊണ്ട് കർത്താവ് തികച്ചും തൻ്റെ വചനം തൻ്റെ ദാസന്മാർക്ക് യഥോചിതം കാര്യങ്ങൾ ദൂതറിയിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവത്തിൻ്റെ ഇടപെടൽ ഇന്നുകൊണ്ട് ആർക്കത് തടയിടാൻ പറ്റുന്നത്? എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുമെന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ പ്രവർത്തിക്ക് ആർക്കാ തടയിടാൻ പറ്റുന്നത്? ദൈവാത്മാവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടൊരു ഒന്ന് മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ നമ്മുടെ കർത്താവായ യേശുവാണ്. അവിടുത്തെ വാക്കുകളാണ് ഏറ്റവും ആധികാരികമായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആധികാരികമായ ദൈവവചന പ്രവചനം നമുക്ക് ദൈവവചനത്തിലൂടെ തരുന്ന യേശുവിൻ്റെ വചനങ്ങളുടെ ആശ്വാസം, അതിലൂടെ നമ്മൾ കണ്ടെത്തിയ ആ പ്രത്യാശയെ നിലനിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ തൻ്റെ ദാസന്മാരെ ദൂതോടുകൂടി അയച്ച് കർത്താവ് ആവശ്യമായ ആലോചനകൾ തന്ന് നമ്മെ ശക്തിപ്പെടുത്തും. അതിനൊന്നും തർക്കം വേണ്ട. നമ്മുടെ ഇഹലോകത്തിലെയും വരാനിരിക്കുന്ന ലോകത്തിലെയും മാർഗദർശിയായ പരമപ്രധാനിയായ ആത്യന്തികനായ ദൈവപുത്രനോട് ചേർന്ന് നടക്കുന്നവർക്ക് ഇത്തരം വ്യാജ ആത്മാക്കളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഇവിടെ ബഹുമാന്യനായ നമ്മുടെ സാങ്കുട്ടി മാത്യു അവர்களுണ്ട്. ഞങ്ങളൊക്കെ ചേർന്ന് ചില മാസങ്ങൾ, ചില വർഷങ്ങൾ തന്നെ ഇത്തരം പ്രവണതക്കെതിരെ വലിയ പോരാട്ടമാണ് നയിച്ചത്. ശക്തിമത്തായ പോരാട്ടം. ആ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് വലിയ മാറ്റം സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. സുഭാഷ് അടൂർ ചോദിക്കും, ഡേവിഡ് ടെറലിൻ്റെ പ്രവചനം എങ്ങനെ കാണുന്നു സാർ? ടെറൽ മഹാ തട്ടിപ്പാണെന്ന് തന്നെ കാണുന്നു സാർ. അതിനകത്ത് സംശയം വേണ്ട. അയാളുടെ ദേഹം ശരീരത്തിലെല്ലാം തൂവാല ആളുകൾ മേടിച്ചുകൊണ്ട് പോവാണ്. സ്റ്റേഡിയത്തിലൊക്കെ വന്നിട്ട് ടെറൽ എന്തോ വിളിച്ചു പറയും, ഇപ്പോൾ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെ വിളിച്ചു പറയും. ഈ കർജീവും മേടിച്ചുകൊണ്ട് ആളുകൾ പോവാണ്. ആ ഉറുമാൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ആയിരക്കണക്കിന് തൂവാല അതിങ്ങനെ വെച്ചിരിക്കുക. ദേഹം തുടച്ചിട്ട് അങ്ങോട്ട് വെക്കും. എന്നിട്ട് പ്രാർത്ഥിച്ച് തൂവാല മേടിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ടെറൽ ഒരിക്കലും ഒരു ദൈവിക പ്രവാചകനായിട്ട്, വേദപുസ്തകം പറയുന്ന പ്രവാചകനായിട്ട് കാണാൻ സാധിക്കില്ല. സർവോപരി ടെറൽ ഒരു വണ്ണസ്വത്തനായിരുന്നു, യേശുനാമക്കാരനായിരുന്നു. അതുകൂടി ഓർക്കണം. ഓക്കെ, അപ്പോൾ അത്യാവശ്യമായ അറിവുകൾ ഞാനിത് സംബന്ധിച്ച് തന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ 1-2 കമൻറ്റുകളിലൂടെ ചോദിക്കാം. സത്യവചനം പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും. സത്യവചനം പ്രസംഗിക്കാൻ ഒരാൾക്ക് വേണ്ടത് അതിനുള്ള സമർപ്പണമാണ്, വചനം പഠിക്കാനുള്ള ഒരു മനോഭാവമാണ്, വചനത്തിൻ്റെ മുമ്പിൽ ഒരു ആജീവനാന്ത വിദ്യാർത്ഥിയായിരിക്കാനുള്ള മനസ്സാണ്, വചനത്തിൻ്റെ പക്വതയിൻ പ്രകാരം വളരാനുള്ള സന്നദ്ധതയാണ്, ദൈവപരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനെ സ്വീകരിക്കാനുള്ള ആ വിധേയത്വമാണ്. അത് മനോജ് ജോണിനുണ്ടാകട്ടെ. അതുവഴി യേശുവിനെ പ്രസംഗിപ്പാൻ കൃപ തരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ബിബിൻ പീറ്റർ തൊടുപുഴ പറയുന്നു, സ്റ്റേജ് കുറയുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ കാട്ടിക്കൊടുക്കും. വളരെ സത്യമാണ്. കാരണം ഞാനിത് ആദ്യം കണ്ടത് ഈ പ്രസംഗം ഏൽക്കാതെ വരുമ്പോൾ പ്രവചനത്തിലേക്ക് കയറുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നു കേബ്രാമിനെയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്നു, തമാശ പറയുന്നു, കുറേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വായിച്ച വാക്യമായിട്ട് ബന്ധമൊന്നുമില്ല. അതങ്ങോട്ട് ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ദൈവം ഇപ്പം വലിയ പ്രവൃത്തി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഇത് ടോണങ്ങ് മാറ്റും. ടോണ് മാറ്റിയിട്ട് പിന്നെ ഈ കൊറോണ ഓടിച്ചു പോലുള്ള, അത് പുതിയ കാര്യമൊന്നുമല്ല കേബ്രാം പറഞ്ഞു കേട്ടോ. അദ്ദേഹം പണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു ദൂതും പ്രവചനമൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ അടുത്ത് വിളിച്ച് വീണ്ടും തലയെ കൈവച്ചെന്ന് പ്രാർത്ഥിച്ച് ഒരു ദൂത് പറയും. ആർക്കെങ്കിലും അത് എന്നെങ്കിലും സഫലമായതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ വേദി ഈ കയറി ഒരു ട്രപ്പീസ് വിദ്യ കാണിച്ചാണ് ഇവരൊക്കെ പിടിച്ചിരിക്കുന്നത്. ഒരു ആത്മാർത്ഥയും ഇവരുടെ പ്രഭാഷണങ്ങളിലോ ഇവരുടെ പഠിപ്പിക്കലുകളിലോ ഇല്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എബ്രഹാം ജോർജ്, വാട്ട് ഡു യു മീൻ ബൈ പ്രോവസി? ക്യാൻ യു ഡിഫൈൻ? ബൈബിളിലുണ്ടല്ലോ പ്രോവസി എന്താണ്. പ്രോവസി എന്താണെന്ന് ബൈബിളിലുണ്ട് സാർ. എൻ്റെ ഡെഫിനിഷൻ്റെ ആഴ്ച എന്താണ്? പ്രോവസി എന്ന് പറഞ്ഞാൽ ദൈവാത്മാവിൽ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുക. ദൈവാത്മാവിൽ ദൈവത്തിൻ്റെ മർമ്മങ്ങളെ സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ദൂതറിയിക്കുക, ആലോചന അറിയിക്കുക. അതാണ് പ്രോവസി. ആത്മാവിൽ ദൈവിക രഹസ്യങ്ങളെ നമ്മോട് പങ്കിടുക, സംഭവിക്കാനുള്ളത്, സംഭവിച്ചു കഴിഞ്ഞ ചിലത്, നാളുകളിൽ നമ്മൾ എന്തായിരിക്കണം, ഇത്തരത്തിൽ വ്യക്തികൾക്ക് ആശ്വാസമുണ്ടാകേണ്ടതിന് ഇതുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ ഒരു ദൂതായിട്ട് നമ്മിലേക്ക് വ്യാപരിപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തെയാണ് പ്രവചനം എന്ന് പറയുക. ഓക്കെ, പ്രോവസി അത് തന്നെയാണ്. എബ്രഹാം ജോർജ് ചോദിച്ചോളൂ. മനോജോൻ പറയും, സെമിനാരിൽ പഠിക്കാൻ ഞാൻ പറഞ്ഞില്ല, ദൈവവചനം പഠിക്കാനേ പറഞ്ഞുള്ളൂ. ദൈവവചനം പഠിക്കുക, അതാണ് പ്രധാനം. സെമിനാരിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടെ സമയമെടുത്ത് പഠിക്കാനും സിസ്റ്റമാറ്റിക്കാനും പറ്റും. ആ ഒരു ഗുണമേ ഉള്ളൂ അതിൽ നിന്ന് വിഭിന്നമായിട്ട്.
എന്തിനാണ് ഈ പ്രവചനത്തെ ആശ്രയിക്കുന്നത്? അതിന് തീർച്ചയായിട്ടും പ്രവചനം ദൈവത്തിൻ്റെ കൃപാവരമല്ലേ, അതിൽ ആശ്രയിച്ചുള്ള കുഴപ്പമെന്താ? അതിൽ ആശ്രയിക്കരുതെന്ന് പറയുന്ന വചന വിപരീതമാണ്. പ്രവചനത്തിൽ ആശ്രയിക്കുക എന്ന് പറയാൻ കാരണം ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം അപ്പോൾ പ്രവചനം തരും. ആ ദൂത് ദൈവികമെങ്കിൽ അത് സ്വീകരിക്കുകയാണ് കാര്യം. കർത്താവിലാണ് ആശ്രയിക്കേണ്ടത്. പ്രവചനം തള്ളിക്കളയാനായിട്ട് പാടില്ല. പ്രവചനം ദൈവത്തിൻ്റെ കൃപാവരം തന്നെയാണ്. ഒരു കൃപാവരവും നിലച്ചിട്ടില്ല വേദപുസ്തക വീക്ഷണത്തിൽ. യഥാർത്ഥ പ്രവചനം എങ്ങനെ തിരിച്ചറിയും? യഥാർത്ഥ പ്രവചനം ബിബ്ലിക്കലായിരിക്കണം, ബൈബിൾ സപ്പോർട്ട് ചെയ്യുന്ന, ബൈബിളിൻ്റെ ഉപദേശ പരിധിക്കുള്ളിലുള്ളതായിരിക്കണം. പ്രവാചകന് സാമ്പത്തികമായ ഇൻറ്റൻഷൻ, അത്തരം താല്പര്യങ്ങളുള്ള ഒരു നിലയിലാണ് സംസാരിക്കുന്നതെങ്കിൽ പ്രവാചകനെ വിശകലനം ചെയ്ത് പഠിച്ച ശേഷമേ ദൂത് ഉൾക്കൊള്ളാവൂ. അവനെ പരീക്ഷിച്ച് അനിന്യനെന്ന് കണ്ടാലേ ശുശ്രൂഷയ്ക്കാക്കാവൂന്ന് വചനമുള്ളതുപോലെ അതിനെ പരീക്ഷിക്കണം എന്ന് തന്നെയാണ് വചനം പറയുന്നത്. അതിൽ പറയുന്നതെല്ലാം വെട്ടിവിഴുങ്ങേണ്ട കാര്യം വിശ്വാസികൾക്കില്ല. ഓക്കെ, ശരി. പരിശുദ്ധാത്മാവിൽ പേര് വിളിക്കട്ടെ അച്ചായ അനിൽകുമാർക്ക്. അതിപ്പോൾ നിങ്ങൾ പേര് വിളിക്കാൻ എൻ്റെ അനുമതി ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആത്മാവിലാണ് വിളിക്കുന്നെങ്കിൽ ധൈര്യത്തിന് വിളിക്കാമല്ലോ. എൻ്റെ പേര് ഓൾറെഡി അറിയാമല്ലോ, പ്രത്യേകിച്ച് എൻ്റെ പേരെന്താ വിളിക്കാണ്ടിരിക്കുന്നു? അനിൽകുമാറെ. ശരി. സുമിത്ത് തോമസ്. അല്ല, പേര് വിളി നമുക്ക് കാര്യമായിട്ട് തുടങ്ങിയ പോട്ടയില്ല, സുരേഷ് ബാബു തുടങ്ങിയല്ല, പോട്ടക്കാരാണ് തുടങ്ങി വെച്ചത്. പോട്ടക്കാർ തുടങ്ങി വെച്ചത് സുരേഷ് ബാബു തരക്കേടില്ലാതെ കുറച്ച് നാളത് പരീക്ഷിച്ച് വിജയിപ്പിച്ചതുമാണ്. അപ്പോൾ അതിപ്പോൾ ആ കൂടൊന്നും ആ കാലത്ത് ആരും ചെയ്തിട്ടില്ല. പിന്നീട് ഇങ്ങോട്ട് അത് വിശ്വസനീയമായൊരു നിലയിൽ ചെയ്തത് നമ്മുടെ സാമച്ചനാണ്. സാമച്ചനിൽ നിന്ന് റേഞ്ച് കൂട്ടി ഒരു ബിഗ് ബജറ്റ് ചിത്രം എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നത് ടിജോയാണ്. അപ്പോൾ ചെറുകിട പരിപാടികൾ അവിടെ ഇവിടെയൊക്കെ ആളുകൾ പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൽ പറയലേ, ഒരു ദിനവൃത്താന്തം വായിച്ചു വരുമ്പോൾ ഈ 3 പേര് മറ്റേ 3 പേരോളം വരികയില്ല എന്ന് പറഞ്ഞ പോലെ. എന്നാൽ കുറേ കഴിഞ്ഞപ്പോഴേക്ക് ഈ സുരേഷ് ബാബു അപകടം മണത്തു. കാരണം ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ആൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. അദ്ദേഹം അതങ്ങ് നിർത്തി. നല്ല കാര്യത്തെ അഭിനന്ദിക്കണമല്ലോ, അദ്ദേഹം നിർത്തി. പിന്നെ ഇപ്പോൾ അദ്ദേഹം അതങ്ങനെ വിളിച്ച് കേൾക്കുന്നില്ല. ഈയിടയ്ക്ക് കണ്ട് നമ്മുടെ ഒരു സ്നേഹിതൻ്റെ അവിടെ വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉപദേശ വിരുദ്ധരാണ്, ഒഴിവാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഉപദേശവിരുദ്ധം പ്രസംഗിക്കുന്ന ആളുകളെ. അപ്പോൾ ഇവരെ ചോദ്യം, ഞാൻ എന്താണ് ഉപദേശവിരുദ്ധം പ്രസംഗിച്ചത്? എന്നോട് ആരും ഒരിക്കൽ ചോദിച്ചാൽ എന്താണ് തിയോളജിക്കലി ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നൊക്കെ എന്നോട് ഒരിക്കൽ വിളിച്ച് സംസാരിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവർ വളരെ ക്ലിയർ ആളുകളാണ്, വളരെ സത്യസന്ധമായിട്ട് ചെയ്യുകയാണ്. ഒന്നുമല്ല, അവരുടെ പരിപാടികളെല്ലാം തന്നെ മണി മോട്ടീവ് ഉള്ളതാണ്. ഒപ്പം ഇവർ കൊടുക്കുന്ന രോഗശാന്തി മുഴുവൻ കാപട്യമാണ്. തീരെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, തീരെ ഇല്ലെന്നല്ല എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഐഡിയയുടെ റേഞ്ച് പോലെ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു ആശ്വാസമോ ഒരു സുഖമോ സായുജ്യമോ ഒക്കെ ഈ രോഗിക്ക് കിട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷേ യേശു കൊടുക്കുന്ന സൗഖ്യം അങ്ങനല്ല, അത് ദൈവം കൊടുക്കുന്ന സൗഖ്യം ആ നിലയിലേ അല്ല. ഇത് ചൈനീസ് ഉൽപ്പന്നം പോലെയാണ്, അല്പനേരം വർക്ക് ചെയ്യും, വീണ്ടും പഴയ വഴിയാവും. അപ്പോൾ ഇങ്ങനെയാണ് ഇവരെ തിരിച്ചറിയേണ്ടത്, ദൈവികമല്ല അതെന്നറിയാൻ. ഓക്കെ, എനിവേ, നമുക്ക് ഇത്തരം ആളുകളിൽ നിന്ന്, ഇത്തരം ഇവരുടെ പഠനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ഇവരുടെ ഒന്നുകിൽ ഇവർ മാനസാന്തരപ്പെട്ട് സത്യവിശ്വാസത്തിൻ്റെ വഴിയെ വന്ന് ഈ തട്ടിപ്പിൻ്റെ പാത ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ ദൈവം അവരെ നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന വചനം ചിന്തിച്ചുകൊണ്ട് നാം ഇവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. അതാണ് അനിവാര്യമായിട്ടുള്ളത്. അത് ആർക്കും നാളെ ഇവ നിമിത്തം ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സുഹൃത്തുക്കളോട് ഉപദേശിക്കുകയും ചെയ്യണം. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അത് എൻ്റെ സ്നേഹിതൻ റെജിയോറീസ് നസറത്താണ്. സാറേ, ന്യൂജൻ പ്രവാചക ശുശ്രൂഷകർ കുണ്ടലിനി സ്പിരിറ്റിനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അതിൽ ഇട പിങ്കള എന്നൊക്കെ പറഞ്ഞ പോലെ 2 നാടികളുടെ പേരാണ്. കുണ്ടലിനി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒന്നാണെന്നൊക്കെ പറഞ്ഞാണല്ലോ. സത്യത്തിൽ ഇത് തന്നെ തട്ടിപ്പാണ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത് തന്നെ. അപ്പോൾ കുണ്ടലിനി വിദ്യയാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്നൊന്നും പറയാൻ പറ്റില്ല. തന്നെയല്ല, ഇവർക്ക് അങ്ങനെ ഏതോ ഒരു കഴിവുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഴിവേലും കാണണ്ടേ? മനസ്സിലായില്ലേ? ഇപ്പോൾ കുണ്ടലിനി വിദ്യ പോലും അതിൻ്റെ ഒരു കഴിവ് അതുപോലും കാണുന്നില്ല സാർ. മറിച്ച് ഇവർ ഒരു സ്ട്രാറ്റജി മെനയുന്നു. 10 പേരുടെ പേര് വിളിച്ചു വരാൻ ആർക്കാ പാട്? എന്താ പ്രയാസം? 10 പേരുടെ പേര് നേരത്തെ എന്ന് കണ്ടുപിടിക്കുകയോ, കൂട്ടുകാരെ വിട്ടിട്ട് അത് SMS വഴിയോ അല്ലെങ്കിൽ വാട്സാപ്പ് വഴിയോ മെസ്സേജ് കൈമാറി രോഗവും കൈമാറി ഷേജയെന്ന് വിളിച്ചു പറയാൻ ആർക്കാ പാട്? ഇതൊക്കെ ഇവർ ചെയ്യുന്നുള്ളൂ. അല്ല, കുണ്ടലിനി പോലും വേണ്ട, അതിനകത്തൊരു ലിനിയുടെ ആവശ്യമില്ല.
ഇത് കുണ്ടലിനി അല്ല, വേറെ ഏതോ ലിനി ഇങ്ങനെ കേട്ടിരുന്നേച്ച് വാട്സാപ്പ് വഴി മെസ്സേജ് കൈമാറുന്നു, അപ്പോൾ ഇയാൾ നിന്ന് തട്ടുന്നു എന്നതിൽ കവിഞ്ഞ് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ജേക്കബ് ഗീവറീസ് മാത്യു, സത്യത്തിൽ അതാണോ പ്രവചനം? അത് ഞാൻ കേൾക്കാതെ എങ്ങനെ അതാണോ ഇതാണോ എന്ന് പറയുന്നത്? നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഒരു അനുഭവമാണ് നിങ്ങൾ പറഞ്ഞത്. ഇത് ഞാൻ കേട്ടെങ്കിലേ എൻ്റെ വിലയിരുത്തൽ, അതും എൻ്റെ വിലയിരുത്തലാണ് പറയാൻ പറ്റുന്നത്. ബിബ്ലിക്കലി ഉള്ള എൻ്റെ വിലയിരുത്തൽ പറയണമെങ്കിൽ ജേക്കബ് ജോർജ്, എനിക്കിത് കേൾക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, കേട്ടിട്ടേ അത് പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി ഇത്രയും നേരം കേട്ടിരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പേര് വിളിക്കൽ വിദ്യകൾ ഒക്കെ കൊറോണയോടുകൂടി ഒന്ന് ശമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ തുടങ്ങും. കാരണം ഞാൻ പറഞ്ഞല്ലോ, മലയാളികളിൽ വിഡ്ഢികളായ ഒരുപറ്റ ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് എന്നും ഇത്തരം കാര്യങ്ങളിലൂടെ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകും. അതുകൊണ്ട് പൂർണ്ണമായിട്ടൊന്നും ഇത് മാറത്തില്ല. ഏത് ഇവരുടെ ഈ തട്ടിപ്പ് പൂർണ്ണമായിട്ട് മാറില്ല. തലയിൽ കൈ വെക്കുമ്പോൾ ആളുകൾ മറിഞ്ഞു വീഴുന്നു, പിടയുന്നു. ഇതൊരു മനഃശാസ്ത്രപരമായൊരു കാര്യം എന്നുള്ളൂ ജേക്കബ് ജോർജ്. മനഃശാസ്ത്രപരമായൊരു കാര്യം. ഒരാളിങ്ങോട്ട് കൈ വീശുന്നു, ആൾ മറിയുന്നു. ഇപ്പോൾ കാണുന്ന ഊന്തി വീഴിക്കുന്ന ചാടിക്കുന്ന ആ പ്രോഗ്രാമുകളെല്ലാം തന്നെ തികച്ചും മനഃശാസ്ത്രപരമായ കാര്യങ്ങളാണ്. ഹാലൂസിനേഷൻസും ഒക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സുഭാഷടോ, മീറ്റിംഗ് വിജയിക്കണമെങ്കിൽ പ്രവചനം ഒരു മുഖ്യ ഘടകമാണ്. അപ്പോൾ ഇവരത് ഓർക്കണം. ഈ സംഗതി ക്ലച്ച് പിടിക്കാതെ വരുന്നു. അന്നാദിവർക്കാർക്കും തന്നെ ഒരു വാചനം പ്രസംഗിക്കാൻ പ്രാപ്തിയുള്ളവർ ഈ കൂടെ ആരും ഇല്ല. നമ്മളീ പറഞ്ഞ പേരുകാരിൽ ആരെങ്കിലും ഒരാൾ ബൈബിള് പഠിച്ചിട്ട് അതിനെ ആശ്രയിച്ച് പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. നമ്മളീ പറഞ്ഞ ആരും തന്നെ. അതിന് ഒരു അപവാദം സുരേഷ് ബാബുവാണ്. അദ്ദേഹം കുറേ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കും. ആ ബൈബിൾ വാക്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നില്ല. പക്ഷേ കുറേ ബൈബിൾ വാക്യങ്ങൾ ഉദ്ധരിക്കുന്നല്ലോ, നല്ല കാര്യം. വേറെ ഇവരാരും വേദപുസ്തകം പ്രസംഗിക്കാൻ പ്രാപ്തി ഈ പറയപ്പെട്ട തങ്കുവാണെങ്കിലും താരുവാണെങ്കിലും ഇങ്ങനെയുള്ള ഈ മഹാരഥന്മാർക്കാർക്കും ബൈബിളിനോട് വലിയ അടുപ്പവും താല്പര്യമൊന്നുമില്ല. എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നുമില്ല. പിന്നെ വരുമ്പോൾ അത് ഒരു പരിധി കഴിയുമ്പോൾ ഈ അതിശോക്തി കഥകൾ വർണ്ണിക്കും. പിന്നെ വേറെ എവിടെയോ ഇവിടെ ഇവർ പോയി ചെയ്ത കുറേ കഥകൾ വർണ്ണിക്കും. അതും രക്ഷയില്ലാതെ വരുമ്പോഴാണ് ഈ പ്രവചനത്തിലേക്ക് കയറുന്നത്. അപ്പോൾ പ്രവചനം അങ്ങനെ അവരുടെ മാർക്കറ്റ് ഉൽപ്പന്നം വിറ്റഴിക്കാനുള്ള ഒരു മീഡിയ മാത്രമായിട്ട് അവർ കാണുന്നു. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഏതായാലും ആരും പോയിട്ട് ഇനിമേൽ ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെട്ടു പോകരുത്. ഗൾഫിലുള്ള നിയമക്കളാണ് കൂടുതലായിട്ട് ഇത്തരം തട്ടിപ്പുകളുടെ ഇരയായി മാറുന്നത്. കാരണം അവരവിടെ തൊഴിൽപരമായ പ്രതിസന്ധി നേരിടുന്നു, ഒത്തേറെ പ്രയാസങ്ങൾ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ആശ്വാസം കിട്ടാൻ ഇങ്ങനെ യോഗത്തിന് പോയിരിക്കുന്നതാണ്. അപ്പോൾ രണ്ട് പേരുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ തട്ടുന്ന കേട്ടാൽ പെട്ടെന്ന് എക്സൈറ്റഡ് ആയിട്ട് അവർ ചെന്ന് ഇത്തരം ചതികളിൽ ചെന്ന് ഇനിവേ ഇത്തരം ചതികളിലൊന്നും ചെന്ന് പെടാതെ നമുക്ക് മാറി നടക്കാനായിട്ട് സാധിക്കണം. ഒന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിർത്തട്ടെ. ദൈവത്തിൻ്റെ സകല കൃപകളും പ്രവചനപരം ഉൾപ്പെടെ രോഗശാന്തി ഉൾപ്പെടെ സകലതും യേശുവിൻ്റെ പുനരാഗമനം വരെ നിലനിൽക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു ബൈബിൾ അനുഗാമിയല്ല, ക്രിസ്തു അനുഗാമിയല്ല. ആ കർത്താവ് തൻ്റെ സഭയെ ശക്തീകരിച്ച് യേശുവിനായി നിലനിൽക്കാൻ ഭൂമിയിൽ പരിശീലിപ്പിക്കാൻ ആക്കി വച്ചിരിക്കുന്ന മെൻഡറുടെ പേരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വേണ്ട ഗൈഡൻസ് അനവധി ദൈവദാസന്മാരോട് നൽകുന്നു. ഇന്നും പ്രവചനാത്മാവിൽ ദൂതറിയിക്കുന്ന നിരവധി ദൈവദാസന്മാർ കേരളക്കരയിലുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വീര്യപ്രവൃത്തികൾക്കും യാതൊരു വിഘാതവും ദൈവം വരുത്തിയിട്ടില്ല. അതുകൊണ്ട് പക്ഷേ അതൊക്കെ അതതിൻ്റെ സമയത്താണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി വേണം, ദൈവത്തിൻ്റെ ഇടപെടൽ വേണം, ദൈവത്തിൻ്റെ ഹിതമായിരിക്കണം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വേണമെന്ന് ശടിക്കാനൊന്നും നമുക്കാവില്ല. പക്ഷേ പ്രവചനം എന്ന യാഥാർത്ഥ്യത്തെ നിരസിക്കരുത്. ആത്മാവിൽ കഷ്ടപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇത്തരം കൃപാവരങ്ങളുടെ ജ്വലനം നിർവഹിക്കുന്ന ദൈവദാസന്മാരോട് ആരോടും എനിക്ക് അനാദരവില്ല. അവരോടൊക്കെ ബഹുമാനവും ആദരവേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യതയോടെ ശുശ്രൂഷ ചെയ്യാൻ ഉള്ള പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ കൃപാവരങ്ങളുള്ള നമ്മുടെ പൂർവികരായിരുന്നു നമ്മുടെയൊക്കെ കരുത്ത്. ഇന്നും ആ കൃപകളുള്ള എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആ കൃപാവരങ്ങൾ, ആ പ്രവചനാത്മാവിൻ്റെ ഇടപെടൽ എനിക്കും എൻ്റെ ജീവിതത്തിലും അനുഭവവേദ്യമാക്കാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. അതിനർത്ഥം ഒരു വ്യാജനയും സഹിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് വിശാലത ഉണ്ടെന്നല്ല. ഒരു വ്യാജനയും സഹിക്കാൻ നമുക്ക് സാധിക്കില്ല. ദൈവാത്മാവിൽ പ്രവചിക്കുന്നവനെ, ദൈവാത്മാവിൽ ദൂതറിയിക്കുന്നതിനെ ബഹുമാനിക്കുന്ന ആദരവോടെ ദൈവാത്മാവിനെ അനുകരിക്കുന്ന ഇത്തരത്തിലുള്ള കപടനാണയങ്ങളെ നമ്മൾ തിരിച്ചറിയുകയും വേണം. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രവാചകനായ സമുജ്വല ദൂത ഉലകത്തെ അറിയിച്ച, എക്കാലഘട്ടത്തിലും ഒളിമങ്ങാത്ത
അതിശക്തമായ ആ ദൂതിൻ്റെ ആലോചനയുടെ കാരണഭൂതനായ ധന്യനായ യേശു കർത്താവിനെ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ സകല ചോദ്യങ്ങൾക്കും കർത്താവായ യേശുവിൽ ഉത്തരമുണ്ട്. നിങ്ങളുടെ സകല ആശങ്കകൾക്കും അവിടുത്തെ ആലോചനയിൽ എന്നും മറുപടിയുണ്ട്. അവൻ പ്രവൃത്തിയിൽ വലിയവനാണ്, ആലോചനയിൽ ഭയങ്കരനാണ്. അവിടുത്തേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഈ വചനം കേൾക്ക വഴി യേശുവിനോടുള്ള നമ്മുടെ വിധേയത്വവും സ്നേഹവും ആദരവും വർണ്ണിക്കട്ടെ. കപട ഭക്തന്മാരായ കപട ദൂതുകൾ അറിയിക്കുന്ന, കാപട്യം മാത്രം വെച്ച് പുലർത്തുന്ന, സാമ്പത്തികം മാത്രം താല്പര്യമിട്ടിറങ്ങിയിരിക്കുന്ന ഇത്തരം ആളുകളോട് വകതിരിവും പരിജ്ഞാനവും കാണിച്ച് മാറി നിൽക്കാനുള്ള വ്യഗ്രത കാണിക്കുന്നതോടൊപ്പം ശരിയായ പന്താവിൽ നടക്കാൻ നമുക്ക് ദൈവാത്മാവിൻ്റെ ആലോചന തേടാം. ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും എന്നരുളിയ ദൈവപരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാം. ദൈവാലോചനയ്ക്ക് മുമ്പിൽ സമർപ്പിതരാകാം. വചനം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, അഭിവാദ്യങ്ങൾ. ക്രിസ്തീയ സ്നേഹത്തിൽ നമുക്ക് ഒന്നായിരിക്കാം. കർത്താവ്